നിർമ്മാതാവിനെ പിന്തുടർന്ന ഒരു നടിയുടെ ആത്മാവിന്റെ കഥ. സിനിമാ ഷൂട്ടിന്റെ മറവിൽ നഗ്നചിത്രങ്ങൾ പകർത്തി അവ കാണികളിലേക്ക് എത്തിച്ച് കോടികൾ വാരിക്കൂട്ടിയ ഒരു നിർമ്മാതാവ്. നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ആ കഥയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ ആകെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. വിവാദ പെരുമഴ തന്നെ അതിനു പിന്നാലെ വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ഒരു പഴയകാല നടിയുടെ പേരുണ്ട്. മലയാള സിനിമയുടെ മെർലിൻ മൺറോ, വിജയശ്രീ. മലയാള സിനിമയിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടിയാണ് വിജയശ്രീ എന്ന സംവിധായകൻ ഭരതനും തൻ്റെ നായികമാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിജയശ്രീ എന്ന നിത്യഹരിത നായകൻ പ്രേം നസീറും പറഞ്ഞത് ഇന്നും മലയാളികൾ ഏറ്റുപറയുന്നു. വിജയത്തിന്റെ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ എന്തിനായിരുന്നു വിജയശ്രീ ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ്. സിനിമാ ജീവിത ദൈർഘ്യം വെറും 5 വർഷം മാത്രമുള്ളപ്പോൾ 65 സിനിമകളിലാണ് അവർ അഭിനയിച്ചു തകർത്തത്. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്ന ലേഡി സൂപ്പർ സ്റ്റാർ. അഭിനയ മികവിലൂടെ, നൃത്ത വൈപുണ്യത്തിലൂടെ 5 വർഷം കൊണ്ട് വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുത്തു വിജയശ്രീ. ഇത്രയും ആരാധകരെ സൃഷ്ടിച്ച ഒരു താരത്തിന് മലയാള സിനിമ നൽകിയത് കണ്ണീരിലാക്കുന്ന ഒരു ജീവിതം. ജീവിതത്തിലെ പല വലിയ പരീക്ഷണ ഘട്ടങ്ങളിലും മരണം വരിക്കാൻ ശ്രമിക്കാത്ത അവർ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ നടന്ന ഒരു പകലിൽ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചതെന്തിന് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ചായങ്ങളില്ലാത്ത ലോകത്തിലേക്ക് പോയി 50 വർഷം പിന്നിട്ടിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു. മരണം സംഭവിക്കുന്നതിന് അടുത്ത കാലത്ത് വിജയശ്രീ പുറമെ ഏറെ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്നു എന്നതിനെ വ്യക്തമാക്കുന്ന ചില കണ്ടെത്തലുകളുണ്ട്. വിജയശ്രീയുടെ മരണത്തിന് പിന്നിലെ നിഗൂഢതകൾ തിരക്കിയിറങ്ങിയ സിനിമാ പ്രവർത്തകരുടെ കണ്ടെത്തലിൽ പറയുന്നത് ഇങ്ങനെയാണ്. വിജയശ്രീക്ക് കൂടുതൽ ഹൃദയബന്ധമുള്ള ചിലരോട് സിനിമയിൽ നിന്നും തനിക്കുണ്ടായ പലവിധ തിക്താനുഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു പോലും. അതിലവർ കടുത്ത ദുഃഖവും ആത്മസംഘർഷവും അനുഭവിച്ചിരുന്നു അത്രേ. കാഴ്ചയിൽ അതീവ സുന്ദരിയും നല്ല അഭിനേത്രിയുമായതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ചൂഷണം ചെയ്യുന്നതിലായിരുന്നു പല നിർമ്മാതാക്കൾക്കും കൗതുകം. അതിലൊരു നിർമ്മാതാവ് തീർത്ത ചതിക്കുഴി അവരെ നിത്യദുഃഖത്തിലാഴ്ത്തി. ഒരു ഹിന്ദി സിനിമയെക്കുറിച്ച് അക്കാലത്ത് ബലാത്സംഗ സീനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന നടൻ കൂടിയായ തിരക്കഥാകൃത്തിനോട് നിർമ്മാതാവ് പറയുന്നു. പിന്നീട് ആ കഥയെ അടിസ്ഥാനമാക്കി ഒരു തിരക്കഥ രൂപപ്പെടുത്തി അതിൽ വിജയശ്രീയെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന രംഗങ്ങൾ പകർത്തി. നായികയുടെ ശരീര സൗന്ദര്യം പരമാവധി എക്സ്പോസ് ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി ചിത്രീകരിച്ച രംഗം. അതിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ വിവസ്ത്രയാക്കുന്ന തരത്തിൽ വിജയശ്രീയുടെ വസ്ത്രങ്ങൾ നടൻ ബലമായി വലിച്ചു കീറുകയും മറ്റും ചെയ്തിരുന്നു. ഈ സിനിമയുടെ പോസ്റ്ററിലടക്കം ഈ രംഗം ഹൈലൈറ്റ് ചെയ്ത് ആളുകളെ കയറ്റാൻ നിർമ്മാതാവ് ശ്രമിച്ചു. പടം വിജയിക്കുകയും ചെയ്തു. വിജയശ്രീയുടെ ശരീരത്തിന് നല്ല മാർക്കറ്റുണ്ടെന്ന് മനസ്സിലാക്കിയ നിർമ്മാതാവ് അടുത്ത അടവും പയറ്റുന്നു. താൻ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ നായികയായി ക്ഷണിക്കുന്നു. ഇന്നത്തെ പോലെ നായികയുടെ വിയോജിപ്പുകൾക്കും അഭിപ്രായങ്ങൾക്കും തെല്ലും വിലയില്ലാത്ത ഒരു കാലം. ഒരു അരുവിയിൽ കുളിക്കുന്നതിനിടയിൽ അയഞ്ഞ വസ്ത്രം അവർ പലതവണ മുറുക്കി കെട്ടുന്ന ഷോട്ടുണ്ട്. നന്നായി നടി അഭിനയിച്ചെങ്കിലും സംവിധായകന്റെ നിർദ്ദേശപ്രകാരം ക്യാമറമാൻ കൃത്യമായി വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുന്ന അവരുടെ നഗ്നത ഒപ്പിയെടുത്തു. ഇതിനിടയിൽ യാദൃച്ഛികമായി അവരുടെ വസ്ത്രം അഴിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് ഒഴുകിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ നിശബ്ദയായി നിന്ന വിജയശ്രീയെ മറുവസ്ത്രം കൊടുത്ത് മാനം രക്ഷിക്കാൻ തയ്യാറാകാതെ കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു സംവിധായകൻ. അദ്ദേഹവും ക്യാമറാമാനും ചേർന്ന് സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ പൂർണ്ണ നഗ്നത ക്യാമറയിൽ പകർത്തി. അരുവിക്കടുത്തു നിന്നും ക്യാമറയ്ക്ക് പിന്നിലേക്ക് മറ്റൊരു വസ്ത്രം തേടി നടന്നു വരുന്ന വിജയശ്രീയുടെ ചിത്രങ്ങളടക്കം ചിത്രീകരിക്കപ്പെട്ടു. ഹൃദയം നുറുങ്ങും വിധം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിജയശ്രീ ഒരു കാരണവശാലും ആ ദൃശ്യങ്ങൾ പുറത്തു വിടരുതെന്ന് സംവിധായകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ വിജയശ്രീക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധം കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ അവർ കടന്നുപോയി. എന്തായാലും പടം റിലീസായി. ആദ്യ ദിവസങ്ങളിൽ റിലീസ് ചെയ്ത പ്രിന്റുകളിലെല്ലാം വിജയശ്രീയുടെ പൂർണ്ണ നഗ്നതയുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നു. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആളുകൾ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറി. പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. വിജയശ്രീ കരഞ്ഞു കാല് പിടിച്ചിട്ടും നിർമ്മാതാവിന് കൂസലില്ല. വിവാദങ്ങൾക്കൊടുവിൽ നിർമ്മാതാവ് പതിയെ ആ ഷോട്ടുകൾ പിൻവലിച്ചു. എന്നിട്ടും സിനിമയിലെ അക്കാലത്തെ പവർ ഗ്രൂപ്പുകളെ എതിർക്കാൻ ശേഷിയില്ലാത്ത പാവം വിജയശ്രീ അതെല്ലാം മറക്കാൻ ശ്രമിച്ചു. നിർമ്മാതാവിനെതിരെ തിരിച്ചു കേസ് കൊടുക്കാനുള്ള ധൈര്യം വിജയശ്രീക്കുണ്ടായില്ല. മീറ്റു മൂവ്മെന്റുകളും ഹേമ കമ്മിറ്റിയും ജനിക്കുന്നതിന് 1/2 നൂറ്റാണ്ട് മുൻപേ അന്നത്തെ പ്രശസ്തമായ ഒരു സിനിമാ വാരികയ്ക്ക് അഭിമുഖം നൽകിക്കൊണ്ട് വിവരങ്ങളെല്ലാം തുറന്നടിച്ചു വിജയശ്രീ.
പുറമെ സന്തോഷം അഭിനയിക്കുമ്പോഴും ഇതെല്ലാം ആലോചിച്ച് വല്ലാത്ത ഒരു തരം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. എന്നാൽ മരണത്തിനിടയാക്കിയ നിർമ്മാതാവിനെ വിജയശ്രീയുടെ ആത്മാവ് വെറുതെ വിട്ടില്ലത്രേ. വിജയശ്രീയുടെ മരണശേഷം അവരെ ഏറെ ബുദ്ധിമുട്ടിച്ച നിർമ്മാതാവിന്റെ പടത്തിൽ സഹകരിക്കാനായി വന്ന ഒരു ഗാനരചയിതാവിന് ഒരു അനുഭവമുണ്ടായി എന്ന് പറയുന്നു. അയാൾ രാത്രികാലങ്ങളിൽ ഗസ്റ്റ് ഹൗസിൽ വിജയശ്രീയെ കണ്ട് ഭയന്നു അത്രേ. ആ പടത്തിൽ എനിക്ക് ചാൻസ് ഇല്ലല്ലേ എന്നൊരു വാചകം വിജയശ്രീയുടെ ശബ്ദത്തിൽ കേട്ടുവെന്നും ആ ഗായകൻ പറയുന്നു. സമീപവാസികളായ പലരും രാത്രികാലങ്ങളിൽ അവിടെ നിന്നും ഒരു സ്ത്രീ ശബ്ദവും പൊട്ടിച്ചിരിയും നിലവിളിയും മറ്റും കേട്ടിട്ടുള്ളതായി കഥകൾ പരന്നു. അവരുടെ അകാല മരണം സംഭവിച്ചതോടെ പ്രതിസ്ഥാനത്ത് നിന്ന നിർമ്മാതാവിന്റെ പടങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു. കോടികളുടെ കടബാധ്യത അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായി. മലയാളത്തിലെ ഏറ്റവും വലിയ ബാനറുകളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്ന അവർ ഏതാണ്ട് നാമാവശേഷമായി. കാലാന്തരത്തിൽ നിർമ്മാതാവും കഥാവശേഷനായി. എന്നിട്ടും കടബാധ്യതകൾ ഒഴിഞ്ഞില്ല. നിർമ്മാതാവിന്റെ മകൻ ബാധ്യതകൾ തീർക്കാനായി അവരുടെ സ്റ്റുഡിയോ നിലനിന്ന വസ്തു വിൽക്കാനായി ശ്രമം ആരംഭിച്ചു. പക്ഷെ ആരും തന്നെ അത് ഏറ്റെടുക്കാൻ വന്നില്ല. ഒടുവിൽ കൊച്ചിയിൽ നിന്നും ഒരു ബയ്യർ എത്തി. അദ്ദേഹം വില പറഞ്ഞുറപ്പിച്ച് സ്റ്റുഡിയോ വാങ്ങി. 52 വയസ്സ് മാത്രം പ്രായമുള്ള അയാൾ 6 മാസം തികയും മുമ്പ് ഹൃദയസ്തംഭനം മൂലം മരിച്ചുവത്രേ. യുക്തിബോധമുള്ളവർ ഇതിനെ ഒരു യാദൃച്ഛികമായി എഴുതി തള്ളിയേക്കാമെങ്കിലും ഇന്നും ആ സ്റ്റുഡിയോ ഉപയോഗശൂന്യമായി കാട് പിടിച്ച് കിടക്കുന്നുവെന്നാണ് കഥകൾ പറയുന്നത്. മലയാളികളുടെ ഓർമ്മകളിൽ നിന്ന് വിജയശ്രീ ഏറെക്കുറെ മാഞ്ഞെങ്കിലും മായാത്ത മുറിപ്പാടുകളുടെ നേർചിത്രം പോലെ ആ സ്റ്റുഡിയോ ഇന്നും നിലനിൽക്കുകയാണ്.